ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 12 ദിവസമായ ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വീഴ്ച. വീഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തം കുറവുകളെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ബലഹീനതകളെ പറഞ്ഞു ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വീഴ്ചയുണ്ടാകുന്നു. പലപ്പോഴും പിശാച് നമ്മളെ വീഴ്ത്തുന്നത് ഇങ്ങനെയാണ്. രസത്തിൽ തുടങ്ങുന്ന ലഹരി ഉപയോഗം നാശത്തിലേക്ക് നയിക്കുന്നു. വീഴ്ചയെ നമുക്ക് 2 രീതിയിലും ചിന്തിക്കാൻ പറ്റും. ഒന്നാമതായി, കുടുംബബന്ധത്തിലുള്ള വീഴ്ച. കുടുംബം എവിടെ വഴിതെറ്റുന്നു എന്നറിയാൻ ലോത്തിന്റെ കുടുംബത്തെ നോക്കിയാൽ മതി. ലോത്ത് മദ്യപിച്ച് മദോന്മത്തനായി കിടന്നുറങ്ങുന്നു. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പൻ്റെ തെറ്റ് മക്കൾ ആവർത്തിക്കുന്നു. ലോത്തിന്റെ ഭവനം വീഴ്ചയ്ക്ക് ഉദാഹരണമാകുന്നു. ഇതുപോലെ ഏദനിലെ അനുസരണക്കേട് കാട്ടി വീഴ്ചയ്ക്ക് തുടക്കമിട്ട് ആദ്യ മാതാപിതാക്കന്മാർ. രണ്ടാമതായി, ആത്മീയ വീഴ്ച. നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹയുടെ പ്രവൃത്തി കാരണം പാപത്തിൽ മുഴുകിയവർക്ക് പെട്ടകത്തിൽ കയറാൻ ആയില്ല. അവർക്ക് വീഴ്ച സംഭവിച്ചു. ധൂർത്തപുത്രൻ അപ്പൻ്റെ സ്വത്ത് വാങ്ങി ദുർനടപ്പുകാരനായി ജീവിച്ച് വീഴ്ചയ്ക്ക് കാരണമാകുന്നു. അതിനാൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആത്മീയമായി തകരുമ്പോൾ മറ്റെല്ലാ രംഗങ്ങളിലും വീഴ്ച സംഭവിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.